കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 45 വാക്യം. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒരു ആത്മീക ജീവിതത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് വിശേഷിപ്പിക്കുന്നത് തിരുവചനം തന്നെയാണ്. വേദപുസ്തകത്തിലെ തിരുവചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി പറയുന്ന അനുഗ്രഹീതമായ ചിന്തകൾ ഉണ്ടല്ലേ. തിരുവചനം എന്താ? തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതാണ് തിരുവചനം. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, ആന്തരിക ഇന്ദ്രിയങ്ങളെ വിടുവിക്കും വരെ കടന്നു ചെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. അത് മാത്രമല്ല, നമ്മെ വീണ്ടും ജനിപ്പിച്ചതും ദൈവത്തിന്റെ വചനമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമാണ് അല്ലേ. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തുവാനും അപ്പോൾ തന്നെ സ്തോത്രം അവരെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം വെച്ച പ്രമാണങ്ങളുണ്ട്, 10 കൽപ്പന ഉൾപ്പെടെ. അപ്പം ഇതിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ അത് പ്രമാണിച്ച തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നത്. തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: പ്രമാണത്തെ അനുസരിപ്പാൻ, ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചാൽ അത് സ്തോത്രം 1000 തലമുറ വരെ കരുണ ദീർഘമാക്കുമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ അനുഗ്രഹത്തെക്കുറിച്ചും അപ്പോൾ തന്നെ ശാപത്തെക്കുറിച്ചും പറയപ്പെടുന്നുണ്ട്. അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പ് വെച്ചൊരു കണ്ടീഷനാണ്: നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ, എൻ്റെ പ്രമാണങ്ങളെ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ ഈ നന്മകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരും. എന്തൊക്കെയായിരുന്നു? നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ കുഴയ്ക്കുന്ന മാവിൻ തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നീ തൊടുന്ന സകലത്തിലും അനുഗ്രഹമുണ്ടാകും. എന്നാൽ അപ്പോൾ തന്നെ ദൈവപ്രമാണത്തെ നീ ലംഘിച്ചാൽ സ്തോത്രം നിശ്ചയമായിട്ട് എന്ത് സംഭവിക്കും? ശാപം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് ഈ സങ്കീർത്തന വാക്യത്തിലൂടെ 119 സങ്കീർത്തന 45 വാക്യത്തിൽ പറയുന്നത്. നീ ഈ പ്രമാണങ്ങളെ സ്തോത്രം ഹല്ലേലൂയ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കുക. എന്താ? ദൈവത്തിന്റെ പ്രമാണത്തെ നമ്മൾ ആരാഞ്ഞാൽ നമ്മളെ വിശാലതയിൽ നടത്തുവാൻ നമ്മുടെ ദൈവം ആരാണ്? ശക്തനാണ്. സ്തോത്ര. തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആഴമെന്ന് പറയുന്നത്. നമുക്കെപ്പോഴും വിശാലത ആഗ്രഹമാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ പ്രമാണത്തെ അനുസരിക്കാൻ തയ്യാറാകാറില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ളത് വസ്തുതയാണ്. ആ നിലവാരത്തിൽ ആത്മീക ഭൗതിക ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനങ്ങളെ കർത്താവ് നമുക്ക് സ്ഥിരമാക്കി തരേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളും വിശാലതകളും വിടുതലുകളും വെളിപ്പെടേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിപ്പാനും ആരായുവാൻ തക്കവണ്ണം ഇടവന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ ഞങ്ങളെ മറച്ചാട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.